വളരെയേറെ ശ്രദ്ധയോടെ ഇത്തരം പ്രവണതക്കെതിരായി എല്ലാ സമൂഹത്തിൻ്റെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ചേർന്നും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല. അത് നിങ്ങളുടെ വ്യവസ്ഥാപിതമായ ശരിയായ സമീപനമാണ്. ഈ സമീപനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുടുംബത്തോട് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനം. ഞങ്ങൾ കുടുംബത്തിൻ്റെ ഒപ്പമാണ്. കുടുംബം മുന്നോട്ടേക്ക് വെക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ചേർന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ അത്താണിയായി അവർ പ്രതീക്ഷിച്ച നിതിൻ രാജിൻ്റെ മരണം, അതുണ്ടാക്കിയ ഹൃദയവേദന, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ആ അച്ഛനും കുടുംബാംഗങ്ങളും ഒരേപോലെ ആ വികാരപ്രകടനം ഞാൻ നേരിട്ട് കണ്ടതാണ്. ആരും വിഷമിച്ചു പോകുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഭാവി പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, നാടിന് പ്രതീക്ഷയുണ്ടായിരുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെയധികം വേദനയോടുകൂടിയാണ് നമ്മളത് കാണുന്നത്. ഇതിൻ്റെ അതിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഈ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ എത്രത്തോളം ശിക്ഷ നൽകാൻ കഴിയുമോ അത്രത്തോളം ശിക്ഷ നൽകാൻ സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ പ്രതീക്ഷയുള്ള ഒരു കുടുംബം, അവരുടെ പ്രതീക്ഷയാണ് അറ്റുപോയത്. ഇതിൻ്റെ അതിന് പകരം വെക്കാനൊന്നും തന്നെ ഇല്ല എന്നെല്ലാവർക്കും അറിയാം. ഒരു സാമ്പത്തിക സഹായവും അതുപോലെ വീടുൾപ്പെടെയുള്ള ഒരു കാര്യവും അതിൻ്റെ ജീവന് പകരമാവുന്നില്ല. സമാശ്വാസകരമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. സാമാന്യം ആ കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കുന്നൊരു പശ്ചാത്തലമുള്ള വീട് ഒരുക്കണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആ വീട് ശിലാസ്ഥാപനവും അതുപോലെ തന്നെ പ്രവൃത്തി ഉദ്ഘാടനവും രണ്ടും ഒപ്പം ചേർന്ന് നടത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് വളരെ വേഗം ആ വീടിൻ്റെ പണി പൂർത്തിയാവണമെന്നാണ്. പല സ്ഥലത്തും പ്രഖ്യാപിച്ച പല വീടിൻ്റെയും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്. വളരെ ചുരുക്കം മാസം കൊണ്ട് ആ വീട് പണി പൂർത്തിയാക്കി ആ കുടുംബത്തിനെ ഏൽപ്പിക്കാനാവണം. അതിന് സന്മനസ്സുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്ത് ഇവിടെയുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റിയും 2 ഏരിയ കമ്മിറ്റികളും ചേർന്ന് ആ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അവരെ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ അതിൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ള മനുഷ്യത്വപരമായ സമീപനം നമുക്ക് തീർച്ചയായിട്ടും ഒരു ദൗത്യം പോലെ ഏറ്റെടുക്കാനാവണം. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ അതിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലുണ്ടായ സംഭവവും അതിന് തുടർന്നുണ്ടായിട്ടുള്ള കോലാഹലങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ജാതി അധിക്ഷേപത്തിനെതിരായിട്ടുള്ള നിലപാടുകളും അത് വെച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും വളരെ വേഗം തന്നെ പൂർത്തിയാക്കാനും ഈ പറയുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ഉള്ള ഫലപ്രദമായ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം സമൂഹത്തോടുകൂടി ഈ 2 കർമ്മവും തറക്കല്ലിടലും പ്രവൃത്തി ഉദ്ഘാടനവും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവുമെല്ലാം ഒപ്പം നിർവഹിച്ചുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ സംഗ്രഹിക്കുക.